വെൽക്കം ടു മെക്വിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെയ്ത്ത് എന്ന് പറയുന്ന മോഡ്യൂളിലെ ഫീഡിംഗ് ആൻഡ് ത്രെഡ് കട്ടിംഗ് മെക്കാനിസത്തെ കുറിച്ചാണ്. ഓക്കെ, ആദ്യമേ ഫീഡ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. ഫീഡ് മെക്കാനിസം ഓഫ് എ ലെയ്ത്ത് ഇനേബിൾസ് ഓട്ടോമാറ്റിക് ഫീഡിംഗ് ഫോർ ദ ടൂൾ ലോഞ്ചിറ്റ്യൂണലി ആൻഡ് ട്രാൻസ്വേഴ്സ്ലി ആസ് നീഡഡ്. ഒരു ഫീഡ് മെക്കാനിസം ലെയ്ത്തിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഫീഡിംഗ്. അതെന്ന് പറയുന്ന ടൂളിനെ ലോഞ്ചിറ്റ്യൂണലായിട്ടും ട്രാൻസ്വേഴ്സ് ആയിട്ടും മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ബൈ ഓട്ടോമാറ്റിക് ഫീഡിംഗ് ദ ഫിനിഷ് ഓൺ ദ വർക്ക് വിൽ ബി ബെറ്റർ. അപ്പം നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സർഫസ് നല്ല ഫിനിഷിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫീഡിംഗ് ഓഫ് ദ ടൂൾ വിൽ ബി അറ്റ് എ യൂണിഫോം കണ്ടിന്യൂസ് റേറ്റ് ആൻഡ് ഇറ്റ് ടേക്സ് ലെസ് ടൈം ടു ഫിനിഷ്. അതായത് നമ്മളിപ്പോൾ ഒരു മാനുവലി ആയിട്ട് ഫീഡിങ് കൊടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല, ഒരു യൂണിഫോം റേറ്റിലായിരിക്കും ഫീഡിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിനിഷ് ചെയ്യാനായിട്ട് ലെസ് ടൈം ആയിരിക്കും എടുക്കുന്നത്. പിന്നെ മാനുവൽ ലേബർ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആൾക്കാരുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാനുവൽ ലേബർ അവോയ്ഡ് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് ഒരു ഫീഡ് മെക്കാനിസത്തിൽ എന്തൊക്കെ ആണുള്ളതെന്നുള്ളതാണ് അടുത്ത് പറയാനുള്ളത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് സ്പിൻഡിൽ ഗിയർ ആണ്. ഓക്കെ, ഇത് ടംബ്ലർ ഗിയർ യൂണിറ്റ്, പിന്നെ ഒരു സ്റ്റഡ് ഗിയർ, ഓക്കെ, പിന്നെ ഒരു ചേഞ്ച് ഗിയർ യൂണിറ്റ്. ഇതെന്ന് പറയുന്ന ഒരു ചേഞ്ച് ഗിയർ യൂണിറ്റ് ആണ്. പിന്നെ ഒരു ലീഡ് സ്ക്രൂ അല്ലെങ്കിൽ ഫീഡ് ഷാഫ്റ്റ്, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഗിയർ എന്ന് പറയുന്നത് ആ ലീഡ് സ്ക്രൂവിൻ്റെ റൊട്ടേഷനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗിയർ ആയിരിക്കും. പിന്നെ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫീഡ് മെക്കാനിസത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ സ്പിൻഡിൽ ഗിയർ, ടംബ്ലർ ഗിയർ യൂണിറ്റ്, ഫിക്സഡ് സ്റ്റഡ് ഗിയർ, ചേഞ്ച് ഗിയർ യൂണിറ്റ്, ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്, ഫീഡ് ഷാഫ്റ്റ്, ലീഡ് സ്ക്രൂ. പിന്നെ ഏപ്രോൺ മെക്കാനിസം എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പേജിൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ദ പ്രൊപ്പോർഷനേറ്റ് ടൂൾ മൂവ്മെന്റ് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് വർക്ക് ഈസ് അച്ചീവ്ഡ് ത്രൂ ഓൾ ദ എബോവ് യൂണിറ്റ്സ് ഓഫ് ദ ഫീഡ് മെക്കാനിസം. അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ടൂൾ ഒരു പ്രൊപ്പോർഷനിൽ മൂവ്മെന്റ് നടക്കും. അതിന് ഈ ഫീഡ് മെക്കാനിസം സഹായിക്കുന്നു. ഈ യൂണിറ്റ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പിൻഡിൽ ഗിയർ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ സ്പിൻഡിൽ ഗിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണെന്നുള്ളത്. മെയിൻ സ്പിൻഡിലുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഹെഡ് സ്റ്റോക്ക് പഠിക്കാൻ നേരത്ത് അതിലൊരു സ്പിൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്പിൻഡിലിനെ നമ്മൾ മെയിൻ മോട്ടോർ വെച്ചായിരിക്കും റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ആ സ്പിൻഡിലിലെ ആ പുറത്തായിട്ടാണ് ഈ സ്പിൻഡിൽ ഗിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗ്. ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിങ്ങിൻ്റെ പുറത്തായിട്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഹെഡ് സ്റ്റോക്ക് ആണെങ്കിൽ സ്പിൻഡിലിൻ്റെ ഈ പുറത്തായിട്ടായിരിക്കും ഈ ഗിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മുടെ ചക്ക് വരുന്നത്. അപ്പോൾ ഈ ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ RPM തന്നെ ആയിരിക്കും ഈ സ്പിൻഡിൽ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നത്. ബേസിക്കായിട്ട് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇറ്റ് റിവോൾവ്സ് അലോങ് വിത്ത് ദ മെയിൻ സ്പിൻഡിൽ. മെയിൻ സ്പിൻഡിലിൻ്റെ അതേ RPM-ലായിരിക്കും ഈ സ്പിൻഡിൽ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടംബ്ലർ ഗിയർ യൂണിറ്റ് ആണ്. ഒരു ടംബ്ലർ ഗിയർ യൂണിറ്റിൽ സാധാരണയായിട്ട് 3 സെറ്റ് ഓഫ് ഗിയേഴ്സ് ആണുള്ളത്. ഓക്കെ, സെറ്റ് ഓഫ് 3 ഗിയേഴ്സ്. ഇത് PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടംബ്ലർ ഗിയർ യൂണിറ്റിൽ എത്ര ഗിയർ ഉണ്ടെന്ന് ചോദിക്കും. ഫിഗറിൽ നമ്മൾ നോക്കാൻ നേരത്ത് 2 ഗിയറേ കാണത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഈ സ്റ്റഡ് ഗിയറും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി പറയുന്നത്. ടംബ്ലർ ഗിയർ യൂണിറ്റ് എന്ന് പറയുന്നത് 3 ഗിയേഴ്സ് ഉണ്ട്, ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ടീത്ത് ആൻഡ് ഇറ്റ് കണക്ട്സ് ദ സ്പിൻഡിൽ ഗിയർ ടു ദ ഫിക്സഡ് ഗിയർ. അതായത് നമ്മുടെ ഈ സ്പിൻഡിൽ ഗിയറിനെ ഫിക്സഡ് ഗിയറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ടംബ്ലർ ഗിയർ ആണെന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ റിവേഴ്സിംഗ് ഗിയർ ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫീഡ് ഓഫ് ദ ടൂൾ ഫോർ ദ സെയിം ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ സ്പിൻഡിൽ. അതായത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് ഓർത്തു. അപ്പോൾ ആ സ്പിൻഡിലിൻ്റെ റൊട്ടേഷനെ ബാധിക്കാതെ നമുക്ക് ലീഡ് സ്ക്രൂ, ഇപ്പം നമ്മളെ ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളെ ക്യാരേജിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാരേജ് റിവേഴ്സിൽ മൂവ് ചെയ്യണം, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യണം. അത്തരം കേസുകളിലാണ് ഈ ടംബ്ലർ ഗിയർ യൂണിറ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ റിവേഴ്സിംഗ് ഗിയർ യൂണിറ്റ് ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫീഡ് ഓഫ് ദ ടൂൾ ഫോർ ദ സെയിം ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ സ്പിൻഡിൽ. ആ സ്പിൻഡിൽ
അതിൻ്റെ റൊട്ടേഷനെ ബാധിക്കാതെ ഇപ്പം നമുക്ക് ആ ടൂളിൻ്റെ മൂവ്മെൻറ്റിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ ഈ ടംബ്ലർ ഗിയർ യൂണിറ്റിന് രണ്ട് ഇപ്പോൾ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന രണ്ട് ഗിയർ ഉണ്ടെന്ന് ഓർക്കുക. ഇത് നമുക്കൊരു ലിവർ ഉണ്ട്, ഇവിടെ ഒരു ലിവർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിവർ നമ്മൾ താഴത്തോട്ട് വലിക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എ എന്ന് പറയുന്ന ഗിയർ ഉണ്ടല്ലോ, ഇതുമായിട്ട് സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് ആവും. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ഗിയർ ഒന്നുമായിട്ട് കോണ്ടാക്ട് വരത്തില്ല, ഇതും ഈ ഗിയറുമായിട്ടായിരിക്കും കോണ്ടാക്ട് വരുന്നത്. അപ്പം നേരെ ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണോ, ഇതെങ്ങനെയാണോ റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതേ ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും നമ്മുടെ ലീഡ് സ്ക്രൂ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോക്ക് വൈസ് സെയിം രീതിയിൽ തന്നെ ആയിരിക്കും റൊട്ടേഷൻ നടക്കുന്നത്. അതായത് ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ് നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും റൊട്ടേഷൻ നടക്കുന്നത്. ഇനി നമ്മൾ ഈ ഫിക്സഡ് സ്റ്റഡ് ഗിയർ, നമുക്ക് ഈ ലിവർ ഉണ്ടല്ലോ, ഈ ലിവർ നമ്മൾ നേരെ മുകളിലോട്ട് ഉയർത്തുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന ഗിയർ ഈ സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് വരും. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന ഗിയർ എയുമായിട്ട് അറ്റാച്ച് വന്നിട്ട് ഈ എ സ്റ്റഡ് ഗിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അപ്പോൾ ഒരു റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ലീഡ് സ്ക്രൂ ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഗിയറിൽ വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരേജ് ഉണ്ടല്ലോ, ക്യാരേജ് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടംബ്ലർ ഗിയർ യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. ടംബ്ലർ ഗിയർ യൂണിറ്റിൽ 3 ഗിയേഴ്സ് ഉണ്ട്, സെയിം നമ്പർ ഓഫ് ടീത്ത് ആയിരിക്കും. സ്പിൻഡിൽ ഗിയറിനെ ഫിക്സഡ് സ്റ്റഡ് ഗിയറുമായിട്ട് കണക്ട് ചെയ്യും. റിവേഴ്സിംഗ് ഗിയർ എന്ന് പറയാറുണ്ട്, കാരണം സ്പിൻഡിലിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ, സ്പിൻഡിലിൻ്റെ ഡയറക്ഷൻ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ടൂളിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി എൻഗേജ്ഡ് ആൻഡ് ഡിസെൻഗേജ്ഡ് വിത്ത് ദ ഫിക്സഡ് സ്റ്റഡ് ഗിയർ ബൈ ദ ഓപ്പറേഷൻ ഓഫ് ദ ഹാൻഡ് ലിവർ പ്രൊവൈഡ് ഇൻ ദ യൂണിറ്റ്. അപ്പോൾ ഈ ഹാൻഡ് ലിവർ വെച്ചിട്ടാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അടുത്തത് ഫിക്സഡ് സ്റ്റഡ് ഗിയർ. ഫിക്സഡ് സ്റ്റഡ് ഗിയർ ഗെറ്റ്സ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ സ്പിൻഡിൽ ഗിയർ ത്രൂ ദ ടംബ്ലർ ഗിയർ യൂണിറ്റ് ആൻഡ് റൺസ് അറ്റ് ദ സെയിം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആസ് ദ സ്പിൻഡിൽ ഗിയർ ഓൺ ദ മോസ്റ്റ് ലെയ്ത്ത്. അപ്പോൾ ഈ ഫിക്സഡ് സ്റ്റഡ് ഗിയർ എന്ന് പറയുന്നത് അതിന് ഡ്രൈവ് കിട്ടുന്നത് എവിടെ നിന്നാണ്? മെയിൻ സ്പിൻഡിൽ നിന്നാണ്, ഗിയർ ത്രൂ ദ ടംബ്ലർ ഗിയർ യൂണിറ്റ്. ഈ ടംബ്ലർ ഗിയർ യൂണിറ്റ് വഴി ഫിക്സഡ് സ്റ്റഡ് ഗിയറിലേക്ക് ഡ്രൈവ് വരികയാണ് ചെയ്യുന്നത് മെയിൻ സ്പിൻഡിൽ നിന്ന്. എന്നിട്ട് സെയിം നമ്പർ ഓഫ് റെവല്യൂഷൻ തന്നെയായിരിക്കും ഇതിനും സംഭവിക്കുന്നത്, RPM തന്നെയായിരിക്കും ഇതിനും കിട്ടുന്നത് സ്പിൻഡിൽ ഗിയറിൻ്റെ. ഓക്കെ, അടുത്തത് ചേഞ്ച് ഗിയർ യൂണിറ്റ്. ഈ ചേഞ്ച് ഗിയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് സ്റ്റഡ് ഗിയർ ട്രാൻസ്മിറ്റ് ഇറ്റ്സ് ഡ്രൈവ് ത്രൂ ചേഞ്ച് ഗിയർ യൂണിറ്റ് ടു ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്. അപ്പോൾ ഈ ഫിക്സഡ് സ്റ്റഡ് ഗിയറിൽ നിന്ന് ഡ്രൈവ് നമ്മൾ ചേഞ്ച് ഗിയർ യൂണിറ്റ് വഴിയിട്ടാണ് ചേഞ്ച് ഗിയർ ബോക്സ്, H എന്ന് പറഞ്ഞ് നേരത്തെ കാണിച്ചില്ലേ, അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് സ്റ്റഡ് ഗിയറിൽ നിന്ന് എങ്ങനെയാണ് ഫിക്സഡ് സ്റ്റഡ് ഗിയറിൽ നിന്ന് ഡ്രൈവ് ചേഞ്ച് ഗിയർ യൂണിറ്റ് വഴിയിട്ടാണ് ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ ചേഞ്ച് ഗിയർ യൂണിറ്റ് ഹാസ് പ്രൊവിഷൻ ഫോർ ചേഞ്ചിങ് ദ ഡ്രൈവർ ഡ്രിവൺ ആൻഡ് ഐലർ ഗിയേഴ്സ് ഫ്രം ദ സെറ്റ് ഓഫ് ചേഞ്ച് ഗിയേഴ്സ് അവൈലബിൾ ഫോർ ദ പർപ്പസ് ഓഫ് ഫീഡ് ചേഞ്ചിങ് ആസ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഓക്കെ, ഈ ചേഞ്ച് ഗിയർ യൂണിറ്റിൽ എന്ന് പറയുന്നത് ഡ്രൈവർ കാണും, ഡ്രിവൺ കാണും, പിന്നെ ഐഡിയൽ ഗിയർ കാണും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പ്രൊവിഷൻ ഉണ്ട്, ഈ ഡ്രൈവറിൻ്റെ ഡ്രിവൻ്റെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഏത് ഫീൽഡിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ രീതിയിൽ ഇപ്പോൾ നമ്പർ ഓഫ് ടീത്ത് കുറവുള്ളൊരു ഗിയർ നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടീത്ത് കൂടുതലുള്ള ടീത്ത് ഉള്ള ഡ്രിവൺ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിനിടക്കായിട്ട് വരുന്ന ഒരു ഗിയറാണ് ഐഡിയൽ ഗിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ നമുക്ക് ഡ്രിവണും ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങണം. അപ്പോൾ അതിന് ഡയറക്ഷൻ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഐഡിയൽ ഗിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ്. ഈസ് പ്രൊവൈഡ് വിത്ത് ലിവേഴ്സ് ഔട്ട്സൈഡ് ദ ബോക്സ് കാസ്റ്റിംഗ്. ഈ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പേജിൽ അതിൻ്റെ ഫിഗർ ഉണ്ട്, കാണിച്ചു തരാം. ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഒരു ലിവർ കാണും അതിന് ഔട്ട്സൈഡ് ദ ബോക്സ് കാസ്റ്റിംഗ് ആൻഡ് ബൈ ഷിഫ്റ്റിംഗ് ദ ലിവേഴ്സ്. വണ്ടിയുടെയൊക്കെ ലിവർ പോലെ തന്നെ. ഓക്കെ, നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഷിഫ്റ്റിംഗ് ദ ലിവേഴ്സ് ഡിഫറെൻറ്റ് ഗിയേഴ്സ് ആർ ബ്രോട്ട് ഇൻ മെഷ് സോ ദാറ്റ് ഡിഫറെൻറ്റ് ഫീൽഡ് റേറ്റ്സ് ക്യാൻ ബി ഗിവൺ ടു ദ ടൂൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ടൂളിൽ ഡിഫറെൻറ്റ് ഫീഡ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഗിയറിൻ്റെ റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന സ്പീഡ് ആയിരിക്കത്തില്ലല്ലോ സെക്കൻഡ്സ്, അതേപോലെ ആയിരിക്കത്തില്ലല്ലോ തേർഡ്, ഫോർ. അതുപോലെ തന്നെ നമുക്ക് ഈ ലിവർ വെച്ചിട്ട് നമുക്ക് ഫീഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
fixed to the casting. And by referring to the table, the levers may be engaged in position for the required feed rate. ഇതിലെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫീഡ് ലിവർ കാണും ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സിൽ. അപ്പോൾ അത് ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലിവർ ആയിരിക്കും. ആ ലിവർ എന്ന് പറയുന്നത് ഓരോ പൊസിഷനിൽ ഇടുന്ന അനുസരിച്ച് ഇപ്പം ഫീഡ് റേറ്റിൽ വ്യത്യാസം കാണും. ഇപ്പോൾ 0.5 ആയിരിക്കും ഫീഡ് റേറ്റ്, അല്ലെങ്കിൽ 1 ആയിരിക്കും, 1 mm ആയിരിക്കും ഫീഡ് റേറ്റ്. ആ രീതിയിൽ ഇപ്പം നമുക്ക് വേണ്ട ഫീഡ് ഏതാണോ അതിനനുസരിച്ച് ഈ ലിവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനൊരു പ്രത്യേക ടേബിളൊക്കെ അതിൽ തന്നെ നമ്മുടെ മെഷീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം കട്ട് ചെയ്യേണ്ടത് ഒരു ത്രെഡ് കട്ട് ചെയ്യണം. അപ്പം ഈ ഇത്ര ഫീഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഫീഡും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പൊസിഷനിൽ ആ ഗിയർ വെക്കണമെന്നുള്ളത് അതിൽ കാണിച്ചിരിക്കും. ഓക്കെ, ഇതാണ് ചേഞ്ച് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിനാണ്. ഇതെന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡ്രൈവറാണ്. ഇവിടെ നിന്നായിരിക്കും ഡ്രൈവ് വരുന്നത്. ഇത് ഫസ്റ്റ് ഡ്രിവൺ. ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേ ഇത് തന്നെയായിരിക്കും ഈ സെക്കൻഡ് ഡ്രൈവറിന് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ സെക്കൻഡ് ഡ്രിവൺ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ വരും. ഓക്കെ, പിന്നെ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ടംബ്ലർ ലിവർ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ റിവേഴ്സ് ആണോ അല്ലെങ്കിൽ ഫോർവേഡ് ആണോ ക്യാരേജ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു സ്ലൈഡിങ് ഗിയർ ഷാഫ്റ്റ് ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളാണ് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അടുത്തെന്ന് പറയുന്നത് ഫീഡ് ഷാഫ്റ്റ് ആണ്. ഫീഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് അതിന് ഡ്രൈവ് കിട്ടുന്നത് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സിൽ നിന്നാണ്. ഫീഡ് ഷാഫ്റ്റ് ഗിയർസ് ഇറ്റ്സ് ഡ്രൈവ് ഫ്രം ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കണം. ഇത്രയും ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല ഈ ട്രേഡ്സ്മാൻ എക്സാമിന്. പക്ഷേ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പം നമുക്കൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫീഡ് ഷാഫ്റ്റ് ഗെറ്റ് ഇറ്റ്സ് ഡ്രൈവ് ഫ്രം ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആൻഡ് ത്രൂ ദ ഏപ്രോൺ മെക്കാനിസം. ഏപ്രോൺ മെക്കാനിസം വഴിയിട്ടായിരിക്കും അത് കിട്ടുന്നത്. ദ റോട്ടറി മൂവ്മെന്റ് ഓഫ് ദ ഫീഡ് ഷാഫ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ ലീനിയർ മൂവ്മെന്റ് ഓഫ് ദ ടൂൾ. അപ്പോൾ ഈ ഫീഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് സ്ക്രൂ പോലെ തന്നെ ഒരു ഷാഫ്റ്റാണ്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ കറക്കത്തെ ഒരു ലീനിയർ മൂവ്മെന്റ് ഓഫ് ദ ടൂളായിട്ട് മാറ്റുന്നത് ഈ ഏപ്രോൺ മെക്കാനിസം വഴിയിട്ടായിരിക്കും. ഓക്കെ, ചേഞ്ച് ഗിയർ ബോക്സ് ആൻഡ് ത്രൂ ദ ഏപ്രോൺ മെക്കാനിസം ദ റോട്ടറി മൂവ്മെന്റ് ഓഫ് ദ ഫീഡ് ഷാഫ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ ലീനിയർ മൂവ്മെന്റ് ഓഫ് ദ ടൂൾ. ഓക്കെ, അപ്പോൾ അടുത്ത പഠിക്കാനുള്ളത് ഏപ്രോൺ മെക്കാനിസം ആണ്. അപ്പോൾ ക്യാരേജിന്റെ ഭാഗമാണ് ഈ ഏപ്രോൺ എന്ന് പറയുന്നത്. ഏപ്രോൺ മെക്കാനിസം ഹാസ് ദ അറേഞ്ച്മെന്റ് ഫോർ ട്രാൻസ്മിറ്റിംഗ് the drive from the feed shaft to the saddle for longitudinal movement of the tool or to the cross slide for the transverse movement of the tool. അപ്പോൾ ഏപ്രോൺ മെക്കാനിസത്തിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുള്ള ഏരിയയാണ് ഏപ്രോൺ മെക്കാനിസം. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ടൂളിനെ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ക്രോസ് ഫീഡ് കൊടുക്കുന്നു. അതിനൊക്കെ സഹായിക്കുന്നത് ഈ ഏപ്രോൺ മെക്കാനിസം ആണ്. അതായത് നമുക്ക് ഫീഡ് ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന ആ ഡ്രൈവിനെ നമ്മൾ നേരെ സാഡിലോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ടൂളിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനായിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യണം. പിന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ട് മൂവ് ചെയ്യണം. അതായത് നമ്മൾ ഈ ക്രോസ് സ്ലൈഡ് വഴി ക്രോസ് ആയിട്ട് ടൂളിനെ മൂവ് ചെയ്യണം. അപ്പോൾ ഇത്തരം മെക്കാനിസങ്ങളെല്ലാം ചെയ്യുന്നത് ഏപ്രോൺ മെക്കാനിസം ആണ്. അപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെക്കാനിസം വെച്ച് കൺട്രോൾ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് ദ ടൂൾ ആൻഡ് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ക്രോസ് ഫീഡ്, പിന്നെ സ്ക്രൂ കട്ടിംഗ് മെക്കാനിസം. ഇവയൊക്കെ സഹായിക്കുന്ന മെക്കാനിസം ഏതാണെന്ന് ചോദിക്കും. അത് ഏപ്രോൺ മെക്കാനിസം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചേഞ്ച് ഗിയർ ട്രെയിനെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേഞ്ച് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത് ഗിയർ സെർവിങ് ദ പർപ്പസ് ഓഫ് കണക്ടിങ് ദ ഫിക്സഡ് സ്റ്റഡ് ഗിയർ ടു ദ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്. അപ്പോൾ ഈ ഫിക്സഡ് സ്റ്റഡ് ഗിയറിനെ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഗിയർ ട്രെയിൻ ആണ് ഈ ചേഞ്ച് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, the lathe is generally supplied with a set of gears which can be utilized to have a different ratio of motion between the spindle and the lead screw during thread cutting. അപ്പോൾ ഈ ലെയ്ത്ത് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഗിയേഴ്സ് കാണും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റേഷ്യോയിലായിരിക്കും സ്പിൻഡിലും ലീഡ് സ്ക്രൂവിൻ്റെയും ത്രെഡ് കട്ടിങ്ങിനുള്ള ഈ മൂവ്മെൻറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അതായത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന
അതേ സ്പീഡിൽ തന്നെ ചിലപ്പം ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഹാഫ് സ്പീഡിൽ ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ആ ഡിഫറെൻറ്റ് കേസാണ് നമുക്ക് ഓരോന്നും പഠിക്കാം. ദ ഗിയേഴ്സ് വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദിസ് പർപ്പസ് കംപ്രൈസ് ദ ചേഞ്ച് ഗിയർ ട്രെയിൻ. അപ്പം ഈ ചേഞ്ച് ഗിയർ ട്രെയിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പിൻഡിലും ലീഡ് സ്ക്രൂ ആയിട്ടുള്ള ആ മോഷൻ്റെ ഡിഫറെൻറ്റ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് ഗിയർ ട്രെയിൻ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ചേഞ്ച് ഗിയർ ട്രെയിൻ കൺസിസ്റ്റ് ഓഫ് ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഗിയേഴ്സ് ആൻഡ് ആൻ ഐഡലർ ഗിയർ. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഇവിടെയുള്ള ഒരു മോഷൻ നമുക്ക് അതേ മോഷൻ തന്നെ ഈ ഡ്രിവണിലും കൊടുക്കണം. അപ്പം അതിന് ഇടയ്ക്കായിട്ട് ഒരു ഗിയർ കൊടുക്കും, ഇന്റർമീഡിയറ്റ് ഗിയർ. അതിനെയാണ് ഐഡലർ ഗിയർ എന്ന് പറയുന്നത്. അടുത്തത് സിമ്പിൾ ഗിയർ ട്രെയിൻ. സിമ്പിൾ ഗിയർ ട്രെയിൻ ഈസ് എ ചേഞ്ച് ഗിയർ ട്രെയിൻ ഹാവിംഗ് ഓൺലി വൺ ഡ്രൈവർ ആൻഡ് വൺ ഡ്രിവൺ വീൽ. ഓക്കെ, ഇപ്പോൾ ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയറേ ഉള്ളെങ്കിൽ അതിന് സിമ്പിൾ ഗിയർ ട്രെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഡ്രൈവറും ഒരു ഡ്രിവൺ വീലും മാത്രമേ ഉള്ളൂ. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഡ്രൈവർ, ഒരു ഡ്രിവൺ വീൽ. ബിറ്റ്വീൻ ദ ഡ്രൈവർ ആൻഡ് ദ ഡ്രിവൺ വീൽ ദർ മേ ബി ആൻ ഐഡിയൽ ഗിയർ വിച്ച് ഡസ് നോട്ട് അഫക്ട് ദ ഗിയർ റേഷ്യോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഗിയർ കാണും. അതെന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോയെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ജസ്റ്റ് ലിങ്ക് ദ ഡ്രൈവർ ആൻഡ് ദ ഡ്രിവൺ ഗിയേഴ്സ് ആസ് വെൽ ആസ് ടു ഗെറ്റ് ദ ഡിസൈഡ് ഡയറക്ഷൻ ടു ദ ഡ്രിവൺ വീൽ. അതായത് ഡ്രൈവറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ തന്നെ നമുക്ക് ഡ്രിവണിലേക്ക് കൊടുക്കാനായിട്ടാണ് ഐഡലർ ഗിയർ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അത് ചോദിക്കാം, ഇന്റർമീഡിയറ്റ് ഗിയർ അല്ലെങ്കിൽ ഐഡൽ ഗിയർ എന്തിനാണ് സിമ്പിൾ ഗിയർ ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു ഗിയർ ചേഞ്ചിങ് മെക്കാനിസത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണ്. ഡ്രൈവർ ഗിയർ ആൻഡ് ഡ്രിവൺ ഗിയർ ആർ ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ പിച്ച് ഓഫ് ദ ത്രെഡ് ടു ബി കട്ട്. ഇപ്പൊ ഏത് പിച്ചാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്നനുസരിച്ച് ഡ്രൈവറും ഡ്രിവണും നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത് സംടൈംസ് ഫോർ ദ റിക്വയർഡ് റേഷ്യോ ഓഫ് മോഷൻ ബിറ്റ്വീൻ ദ സ്പിൻഡിൽ ആൻഡ് ലീഡ് സ്ക്രൂ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബ്റ്റെയിൻ വൺ ഡ്രൈവർ ആൻഡ് വൺ ഡ്രിവൺ വീൽ. ചില സമയങ്ങളിൽ നമുക്ക് സ്പിൻഡിലിലെ ലീഡ് സ്ക്രൂവിൻ്റെയും റിക്വയർഡ് റേഷ്യോ ഓഫ് മോഷൻ ഒരു സിമ്പിൾ ഗിയർ ട്രെയിൻ കൊണ്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആ റേഷ്യോയെ സ്പ്ലിറ്റപ്പ് ചെയ്യും. ആൻഡ് ദെൻ ചേഞ്ച് ഗിയേഴ്സ് ആർ ഒബ്റ്റെയിൻ ഫ്രം ദ അവൈലബിൾ സെറ്റ് ഓഫ് ഗിയേഴ്സ് വിച്ച് റിസൾട്ട് ഇൻ ഹാവിംഗ് മോർ ദാൻ വൺ ഡ്രൈവർ ആൻഡ് വൺ ഡ്രിവൺ വീൽ. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് മോർ ദാൻ വൺ ഡ്രൈവറും മോർ ദാൻ വൺ ഡ്രിവൺ വീലും കാണും. സച്ച് എ ഗിയർ ട്രെയിൻ ഈസ് കോൾഡ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. അതായത് ഒരു ഷാഫ്റ്റിൽ തന്നെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ഗിയർ വരുന്നുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ഗിയർ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ മെക്കാനിസത്തിൽ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയാൻ നേരത്ത് ഒന്നോ അതിലധികമോ ഡ്രൈവറും ഡ്രിവണും കാണും. ഓക്കെ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡ്രൈവർ അതിൽ നിന്ന് ഫസ്റ്റ് ഡ്രിവണിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ മോഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡ്രൈവർ, സെക്കൻഡ് ഡ്രിവൺ. ഓക്കെ, ഇതാണ് ഈ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റിക്വയർഡ് റേഷ്യോ ഓഫ് മോഷൻ സ്പിൻഡിലിൻ്റെ ലീഡ് സ്ക്രൂവിൻ്റെയും ഒരു ഡ്രൈവർ കൊണ്ടോ ഡ്രിവൺ വീലോ കൊണ്ടോ സാധ്യമാവുന്നില്ല. അപ്പോൾ അത്തരം കേസിൽ ആ റേഷ്യോ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്യും. എന്നിട്ട് 2 ഡ്രൈവറും 2 ഡ്രിവൺ വീലും യൂസ് ചെയ്തു. അതായത് മോർ ദാൻ വൺ ഡ്രൈവറും മോർ ദാൻ വൺ ഡ്രിവൺ വീലും യൂസ് ചെയ്യുന്നു. അത്തരം ചേഞ്ച് ഗിയറിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ത്രെഡ് കട്ടിംഗ് ആണ്. ഇപ്പോൾ ഒരു ത്രെഡ് കട്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ത്രെഡ് കട്ടിംഗ് ഇൻവോൾവ്സ് പ്രൊഡ്യൂസിങ് എ യൂണിഫോം ഹെലിക്കൽ ഗ്രൂവ്. വേണേ ചോദിക്കാം, എന്താണ് ത്രെഡ് എന്ന്. ഒരു ഹെലിക്കൽ ഗ്രൂവ് സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ കോണിക്കൽ സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെയാണ് ത്രെഡ് കട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ത്രെഡ് കട്ടിംഗ് ഇൻവോൾവ്സ് പ്രൊഡ്യൂസിങ് എ യൂണിഫോം ഹെലിക്കൽ ഗ്രൂവ് ഓൺ എ സിലിണ്ടറിക്കൽ ഓർ കോണിക്കൽ സർഫസ് ബൈ റൊട്ടേറ്റിംഗ് ജോബ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഇപ്പോൾ ഒരു ജോബിനെ കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് മൂവിങ് ദ ടൂൾ ലോഞ്ചിറ്റ്യൂണലി അറ്റ് എ റേറ്റ് ഈക്വൽ ടു ദ പിച്ച് ഓഫ് ദ ത്രെഡ്. ഇപ്പോൾ ടൂള് ലോഞ്ചിറ്റ്യൂണലി മൂവ് ചെയ്യുന്നു. അത് ഏത് റേറ്റിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച് ഓഫ് ദ ത്രെഡ്. നമുക്ക് കട്ട് ചെയ്യാനുള്ള പിച്ച് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ത്രെഡിൻ്റെ പിച്ച്, ആ ത്രെഡിൻ്റെ പിച്ചിൻ്റെ അതേ റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ഈ ടൂള് മൂവ് ചെയ്യുന്നത് പെർ റവല്യൂഷൻ ഓഫ് ദ ജോബ്, ഓരോ റവല്യൂഷനിലും. ഓക്കെ, കട്ടിംഗ് ടൂൾ മൂവ്സ് വിത്ത് ലൈറ്റ് കാരേജ് ബൈ ദ എൻഗേജ്മെൻറ്റ് ഓഫ് ഹാഫ് നട്ട് വിത്ത് ലീഡ് സ്ക്രൂ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. ഈ ഹാഫ് നട്ട് ലീഡ് സ്ക്രൂ ആയിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്താണ് ഈ കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്നത്.
Cutting tool moves with the lathe carriage by the engagement of half nut with the lead screw. The shape of the thread profile on the work is same as that of the tool ground. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഇപ്പോൾ ഒരു മെട്രിക് ത്രെഡാണ്. അപ്പോൾ ആ മെട്രിക് ത്രെഡിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വി ത്രെഡാണ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഉള്ള ഒരു പ്രൊഫൈൽ തന്നെ ആയിരിക്കും നമ്മളെ ടൂളിലും ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ലീഡ് സ്ക്രൂ ഡിറ്റർമിൻസ് ദ ഹാൻഡ് ഓഫ് ദ ത്രെഡ് ബീങ് കട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ടംബ്ലർ ഗിയർ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ലീഡ് സ്ക്രൂവിൻ്റെ റൊട്ടേഷൻ, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണോ അതായിരിക്കും ഈ ത്രെഡിൻ്റെ ഹാൻഡ് ഓഫ് ത്രെഡ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ത്രെഡും ഉണ്ട്. അപ്പം നമുക്ക് റൈറ്റ് ഹാൻഡ് ത്രെഡ് വേണോ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് വേണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ലീഡ് സ്ക്രൂവിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും. ലീഡ് സ്ക്രൂ നമ്മുടെ ക്യാരേജുമായിട്ട് കണക്റ്റഡ് ആണ്. ക്യാരേജ് ഇപ്പം നമുക്ക് റിവേഴ്സ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർവേഡ് ആയിട്ടായിരിക്കാം. അതിന് സഹായിക്കുന്നത് ഈ ടംബ്ലർ ഗിയർ യൂണിറ്റ് ആണ്, സ്പിൻഡിൽ ഗിയറിൻ്റെ റൊട്ടേഷനെ ബാധിക്കാത്ത രീതിയിൽ, ഓക്കെ, ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ. നെക്സ്റ്റ്, പാർട്സ് ഇൻവോൾവ് ഇൻ ത്രെഡ് കട്ടിങ്. ഇപ്പോൾ ഫിഗർ 1 and 2 ഫിഗർ 1 and 2 കാണിച്ചിരിക്കുന്നത് ഏതൊക്കെ പാർട്സ് ആണ് ഒരു ത്രെഡ് കട്ടിങ്ങിന് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഡ്രൈവ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ സ്പിൻഡിൽ ടു ദ ലീഡ് സ്ക്രൂ. സ്പിൻഡിൽ നിന്ന് ലീഡ് സ്ക്രൂവിലോട്ട് വരുന്നു, ഓക്കെ, ത്രൂ എ ചേഞ്ച് ഗിയർ അറേഞ്ച്മെൻറ്റ്, ഒരു ചേഞ്ച് ഗിയർ അറേഞ്ച്മെൻറ്റ് വഴി. ഫ്രം ദ ലീഡ് സ്ക്രൂ ദ മോഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ക്യാരേജ് ബൈ എൻഗേജിങ് ദ ഹാഫ് നെറ്റ് വിത്ത് ദ ലീഡ് സ്ക്രൂ. അപ്പോൾ ക്യാരേജിലോട്ട് എങ്ങനെയാണ് ഈ ലീഡ് സ്ക്രൂ നിന്ന് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് നെറ്റ് എൻഗേജ് ചെയ്യുന്ന സമയത്താണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഒരു 4 mm പിച്ച് ടു കട്ട് 4 mm പിച്ച് ലീഡ് ത്രെഡ് ഓൺ ദ ജോബ് ഇൻ എ ലെയ്ത്ത് ഹാവിംഗ് ലീഡ് സ്ക്രൂ ഓഫ് 4 mm പിച്ച്. ഇപ്പോൾ ഒരു ലീഡ് സ്ക്രൂവിൻ്റെ പിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് 4 mm. ഈ 4 mm പിച്ചാണ് നമുക്ക് ജോബിൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ when the job rotates once, the lead screw should make 1 revolution to move the tool by 4 mm. അതായത് ഇപ്പം നമ്മുടെ ലീഡ് സ്ക്രൂ വർക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലീഡ് സ്ക്രൂവും ഒരു തവണ റൊട്ടേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ, ഇപ്പം 4 mm പിച്ചാണ് നമുക്ക് വർക്ക് കട്ട് ചെയ്യാനുള്ളത്, നമ്മുടെ ലീഡ് സ്ക്രൂവിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 4 mm ആണ്. അപ്പോൾ അതേ 4 mm തന്നെ നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹെൻസ് ഇഫ് ദ സ്റ്റഡ് ഗിയർ ഹാസ് എ 50 teeth വീൽ, അപ്പോൾ നമ്മുടെ സ്റ്റഡ് ഗിയറിന് 50 teeth വീൽ ഉണ്ടെങ്കിൽ ലീഡ് സ്ക്രൂ ഷുഡ് ബി ഫിക്സ്ഡ് വിത്ത് ദ ഗിയർ ഓഫ് 50 teeth. അപ്പോൾ ലീഡ് സ്ക്രൂ ഒരു ഗിയറുമായിട്ട്, അതായത് ഈ ഗിയർ, ഓക്കെ, അതിന് 50 teeth ആണ്. സ്റ്റഡ് ഗിയർ എന്ന് പറയുന്നത് 50 teeth ആണ്. അപ്പം ഡിസൈഡ് നമ്പർ ഓഫ് റെവല്യൂഷൻ ആ സ്പിൻഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ്. ഇപ്പം നമുക്കൊരു 2 mm പിച്ച് ത്രെഡ് കട്ട് ചെയ്യണം 4 mm ലീഡ് സ്ക്രൂ പിച്ചുള്ള സെയിം ലെയ്ത്തിൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വർക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ലീഡ് സ്ക്രൂ ഹാഫ് റൊട്ടേറ്റ് ചെയ്താൽ മതിയായിരിക്കും. കാരണം നമുക്ക് വേണ്ടത് 2 mm പിച്ചാണ്, നമ്മുടെ ലീഡ് സ്ക്രൂവിലുള്ളത് 4 mm പിച്ചാണ്. സോ ദാറ്റ് ദ ലീഡ് സ്ക്രൂ റൊട്ടേഷൻ ഈസ് സ്ലോവർ. ദെയർഫോർ ഇവിടെ ഡ്രിവൺ വീൽ എന്ന് പറയുന്നത് ലീഡ് സ്ക്രൂ ഗിയർ ആണ്. ഓക്കെ, അതിന് 100 teeth കൊടുക്കും, ഡ്രൈവറിന് അതായത് 50 teeth, സ്റ്റഡ് ഗിയറിന് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 8 mm പിച്ചാണ് നമുക്ക് ജോബിൽ കട്ട് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് ലീഡ് സ്ക്രൂ 4 mm ലീഡ് സ്ക്രൂ ആണുള്ളത്. ഇപ്പോൾ ടൂള് ഷുഡ് മൂവ് 8 mm പെർ റെവല്യൂഷൻ ഓഫ് ദ ജോബ്. ഇപ്പോൾ ഒരു റെവല്യൂഷൻ ജോബ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് 8 mm മൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ പിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ദ ലീഡ് സ്ക്രൂ ഷുഡ് റൊട്ടേറ്റ് 2 revolutions when the job makes 1 rotation. അതായത് നമ്മുടെ ലീഡ് സ്ക്രൂ 2 തവണ റൊട്ടേറ്റ് ചെയ്യണം, ജോബ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് സ്ക്രൂ ഗിയറിൻ്റെ നമ്പർ ഓഫ് ടീത്ത് കുറയ്ക്കും, 25 ആക്കും. ഡ്രൈവർ വീൽ എന്ന് പറയുന്ന സ്റ്റഡ് ഗിയർ ആണ്, അത് 50 teeth ആക്കും. പിന്നെ അതിൻ്റെ കമ്പാരിസൺ ആണ് ഈ താഴത്തെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയേണ്ടത് പ്രധാനമായിട്ടും ഈ ഫോർമുലയാണ്. ഈ ഫോർമുലയിലോട്ട് എത്താനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ബൈ ഡ്രിവൺ ആണ്. നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് നമുക്ക് വർക്കിൻ്റെ ലീഡാണ്. ഓക്കെ, ലീഡ് ഓഫ് വർക്ക് ഡിവൈഡഡ് ബൈ ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ. ഇപ്പം ക്വസ്റ്റ്യൻ ചിലപ്പം വേണമെങ്കിൽ ഈ രീതിയിൽ ചോദിക്കാം, ഫൈൻഡ് ദ ചേഞ്ച് ഗിയേഴ്സ് റിക്വയർഡ് ടു കട്ട് എ 3 mm പിച്ച് ഓൺ ജോബ് ഇൻ എ ലൈറ്റ് ഹാവിങ് എ ലീഡ് സ്ക്രൂ ഓഫ് 6 mm പിച്ച്. അപ്പം നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ഉത്തരത്തിലെത്താം. അതായത് ഇവിടെ എന്ന് പറയുന്ന ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 3/6 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഷ്യോയിലുള്ള ഒരു നമ്പർ ആയിരിക്കും, ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് നമ്പർ 20 കൊടുത്തിരിക്കുന്നു. ഓക്കെ,
ഇപ്പോൾ 60/120 അതായിരിക്കാം നമ്മുടെ ഡ്രൈവറും ഡ്രിവൻ്റെയും നമ്പർ ഓഫ് ടീത്ത്. പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈവറും ഡ്രിവണും തിരിഞ്ഞു പോകരുത്. ഡ്രൈവർ എന്ന് പറയുന്നത് സ്റ്റഡ് ഗിയറും ഡ്രിവൺ എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് സ്ക്രൂ ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം അടുത്തതും അതേപോലെ ഒരു പ്രോബ്ലം പറഞ്ഞിരിക്കുകയാണ്. 2.5 mm പിച്ചും 5 mm പിച്ചും. അപ്പം അതിന് 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 50, 100 ആ രീതിയിൽ വരും. അപ്പം അടുത്തതും അതേപോലെ 1.5 mm പിച്ചും 5 mm പിച്ച് ലീഡ് സ്ക്രൂവിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കോമൺ മൾട്ടിപ്ലൈ ആയിട്ട് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക. 20 വെച്ച് ചെയ്യാൻ നേരത്ത് എത്ര വരും? 30 വരും, 100 വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രെഡ് ചേസിങ് ഡയലിനെ കുറിച്ചാണ്. ഒരു ത്രെഡ് ചേസിങ് ഡയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ടു ക്യാച്ച് എ ത്രെഡ് ക്വിക്ക്ലി ആൻഡ് ടു സേവ് മാനുവൽ ലേബർ, യൂസ് ഓഫ് എ ചേസിങ് ഡയൽ ഈസ് വെരി കോമൺ ഡ്യൂറിങ് ത്രെഡ് കട്ടിങ് ബൈ എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. അപ്പോൾ നമ്മൾ ഹാഫിനിട്ട് എൻഗേജ് ചെയ്യുന്നതും ഡിസെൻഗേജ് ചെയ്യുന്നതും ഒരു ടൈം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ നോക്കും, ഇപ്പോൾ ഒരു ഓഡ് നമ്പറാണോ പിച്ച് വേണ്ടത്, ഈവൻ നമ്പറാണോ എന്നൊക്കെ ലെയ്ത്തിൽ ചെയ്തപ്പോൾ നമ്മൾ നോക്കിക്കാണും. ഓക്കെ, ഈവൻ നമ്പർ ആണെങ്കിൽ ഈ ഇൻഡെക്സ് ഡയലിൽ ഏത് നമ്പർ വരാൻ നേരത്ത് നമ്മൾ എൻഗേജ് ചെയ്യും. ഓഡ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 1 എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ 2 എൻഗേജ് ചെയ്യത്തുള്ളൂ. ആ രീതിയിലായിരുന്നു നമ്മൾ ലെയ്ത്ത് മെഷീനിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ത്രെഡ് ചേസിങ് ഡയൽ എന്താണെന്ന്. ഇതൊരു ആക്സസറി ആണ്. ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന ഒരു ഷാഫ്റ്റ് കാണും. ഓക്കെ, ഈ കാണുന്ന ഷാഫ്റ്റ് കാണും. ആ ഷാഫ്റ്റിൻ്റെ അടിയിലായിട്ട് ഒരു വേം ഗിയർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മുകളിലൊരു ഗ്രാജുവേറ്റഡ് ഡയലുണ്ട്. ഇതിന് ചുറ്റുമായിട്ടൊരു ബിയറിങ് കൊടുത്തിട്ടുണ്ട്. ആ ബിയറിങ്ങിന് പുറമെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വേം വീൽ എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് സ്ക്രൂ ആയിട്ട് എൻഗേജ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഫിഗർ ഷോസ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ബ്രിട്ടീഷ് ത്രെഡ് ചേസിങ് ഡയൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ ഷാഫ്റ്റ് വിത്ത് എ വേം വീൽ മെയ്ഡ് ഔട്ട് ഓഫ് ബ്രാസ് ഓർ ബ്രോൺസ്. അപ്പോൾ ഒരു വേം വീൽ ഉണ്ട്, അത് ബ്രാസോ ബ്രോൺസോ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അറ്റാച്ച്ഡ് ടു ദ ഷാഫ്റ്റ് അറ്റ് ദ ബോട്ടം. ആ ഷാഫ്റ്റിന്റെ ബോട്ടത്തിലാണ് ഈ വേം ഗിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓൺ ദ ടോപ്പ് ഇറ്റ് ഹാസ് എ ഗ്രാജുവേറ്റഡ് ഡയൽ. അതിന്റെ ടോപ്പിലായിട്ട് ഒരു ഗ്രാജുവേറ്റഡ് ഡയൽ ഉണ്ട്. ദ ഷാഫ്റ്റ് ഈസ് ക്യാരിഡ് ഓൺ എ ബ്രാക്കറ്റ് ഇൻ ബിയറിംഗ്. നേരത്തെ പറഞ്ഞ കാര്യം, ആ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റിൽ ക്യാരി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അതൊരു ബിയറിംഗ് അല്ലെങ്കിൽ ബുഷ് കാണും, വിച്ച് ഈസ് ഫിക്സ്ഡ് ടു ദ ക്യാരേജ്. അത് ക്യാരേജുമായിട്ട് ഫിക്സ്ഡ് ആയിരിക്കും. ദ വേം വീൽ ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു ആൻ എൻഗേജ്ഡ് ഓർ ഡിസെൻഗേജ്ഡ് പൊസിഷൻ വിത്ത് ലീഡ് സ്ക്രൂ ആസ് നീഡഡ്. ഇപ്പം നമുക്ക് ലീഡ് സ്ക്രൂ ആയിട്ട് ഇത് എൻഗേജ്ഡ് അല്ലെങ്കിൽ ഡിസെൻഗേജ് പൊസിഷനിലാക്കാനായിട്ട് സഹായിക്കും ഈ വേം വീൽ. നമുക്കതിനെ എൻഗേജ് ചെയ്യുകയും ചെയ്യാം, ഡിസെൻഗേജ് ചെയ്യുകയും ചെയ്യാം. വെൻ ദ ലീഡ് സ്ക്രൂ റൊട്ടേറ്റ്സ് ഇറ്റ് ഡ്രൈവ്സ് ദ വേം വീൽ വിച്ച് കോസസ് ദ ഡയൽ ടു റൊട്ടേറ്റ്. അപ്പോൾ ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഈ വേം വീൽ ഉണ്ടല്ലോ, അത് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയലിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ദ മൂവ്മെന്റ് ഓഫ് ദ ഡയൽ ഈസ് വിത്ത് റെഫറൻസ് ടു ദ ഫിക്സഡ് മാർക്ക്, ഓ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ലൈൻ. ഓക്കെ, ഒരു ഫിക്സഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, 0 അല്ലെങ്കിൽ O എന്ന് പറയാം. ഇപ്പോൾ ഫേസ് ഓഫ് ദ ഡയൽ ഈസ് യൂഷ്വലി ഗ്രാജുവേറ്റഡ് ഇൻ ടു 8 ഡിവിഷൻസ്. ഇത് 8 ഡിവിഷൻസ് ആയിട്ടാണ് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4 അത് നമ്പർ ഡിവിഷൻസ്. അത് കൂടാതെ ഇതിൻ്റെ ഇടക്ക് ഹാഫായിട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത് 1.5, 2.5, 3.5, 4.5. ഓക്കെ, അൺനമ്പേർഡ് സബ് ഡിവിഷൻസ് 4 ഉണ്ട്. ടോട്ടൽ 8 ഗ്രാജുവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 4 നമ്പേർഡ് ആണ്, 4 അൺനമ്പേർഡ് ആണ്. നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വേം ഗിയർ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് ത്രെഡ്സ് പെർ ഇഞ്ച് ഓൺ ദ ലീഡ് സ്ക്രൂ ആൻഡ് നമ്പർ ഓഫ് നമ്പർ ഡിവിഷൻസ് ഓൺ ദ ഡയൽ. ഇപ്പോൾ വേം ഗിയറിലെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ വേം ഗിയർ അതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത്? TPI of lead screw. Okay, number of threads per inch on the lead screw into number of numbered divisions on the dial. അതായത് നമ്പേർഡ് ഡിവിഷൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ TPI എന്ന് പറയുന്നത് 4 ആണെന്ന് ഓർത്തോ. ഓക്കെ, ഇപ്പോൾ വേം വീലിൻ്റെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 16 ആയിരിക്കും. എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ഓക്കെ, ഈച്ച് നമ്പർ ഡിവിഷൻ റെപ്രസെൻറ്റ്സ് 1 ഇഞ്ച് ട്രാവൽ ഓഫ് ദി ക്യാരേജ്. ഇപ്പോൾ ഈ നമ്പർ ഓഫ് ഡിവിഷൻസ്, ഈച്ച് നമ്പർ ഡിവിഷൻസ് ഉണ്ടല്ലോ, 1, 2, 3, 4, അതെന്ന് പറയുന്നത് ക്യാരേജിന്റെ 1 ഇഞ്ച് ട്രാവലിനെയാണ് കാണിക്കുന്നത്. 1 ഇഞ്ച് ട്രാവലിനെയാണ് കാണിക്കുന്നത്. ലെറ്റ് ദ വേം വീൽ ഹാവ് 16 ടീത്ത്. ഇപ്പോൾ വേം വീലിന് 16 ടീത്ത് ഉണ്ട്. അപ്പോൾ ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് 4 TPI ആയിരിക്കും.
The number of numbered graduations and unnumbered graduations are 4 each. Okay. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. The half net can be engaged 8 times for one revolution of the graduated dial. നമ്മുടെ ഹാഫ് നെറ്റ് 8 times നമുക്ക് ഇതിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. 1 revolution of the graduated dial. Okay. The movement of the carriage for one complete revolution of the dial is 4 inch. അപ്പം movement of the carriage for one complete revolution of the dial is 4 inch. ഫിഗർ 2 പറഞ്ഞിട്ടുണ്ട്. Since the dial is having 8 graduations mark, each graduations represents 1/2 inch travel of the carriage. 8 ഗ്രാജുവേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പം നമ്മളെ ക്യാരേജ് എന്ന് പറയുന്നത് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ 4 ഇഞ്ച് മൂവ് ചെയ്യും. സിൻസ് ദ ഡയൽ ഈസ് ഹാവിങ് 8 ഗ്രാജുവേഷൻസ്, 8 ഗ്രാജുവേഷൻസ് ഡയലിലുണ്ട്. അപ്പോൾ ഈച്ച് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കുമല്ലോ. 4/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇഞ്ച് ആയിരിക്കും ക്യാരേജിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. The chart given here shows the position at which the half net is to be engaged when cutting different threads per inch when a British thread chasing dial with the above data is fitted to the lathe. ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് ത്രെഡ് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഈ എൻഗേജ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ത്രെഡ്സ് പെർ ഇഞ്ച് ടു ബി കട്ട്. ഇപ്പോൾ ത്രെഡ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് ദ നമ്പർ ഓഫ് ത്രെഡ്സ് പെർ ഇഞ്ച് ഓഫ് ദ ലീഡ് സ്ക്രൂ. ഇപ്പോൾ ലീഡ് സ്ക്രൂവിൻ്റെ നമ്പർ ഓഫ് ത്രെഡ്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 പറഞ്ഞു. അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. എക്സാമ്പിൾ 8. ഇപ്പോൾ 8 നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ബൈ ഡ്രിവൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് TPI ഓൺ ലീഡ് സ്ക്രൂ ഡിവൈഡഡ് ബൈ TPI ടു ബി കട്ട്. TPI ഓഫ് ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് 4 ആണ്. 8 ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1/2 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ. ഇവിടുത്തെ പ്രീ ഡിറ്റർമിൻഡ് ട്രാവൽ എന്ന് പറയുന്നത് 1/4 ഇഞ്ചാണ്. ഓക്കെ. 1/4 ഇഞ്ചാണ് ഇവിടുത്തെ പ്രീ ഡിറ്റർമിൻഡ് ട്രാവൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ട്രാവൽ ഓഫ് 1/4 ഇഞ്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡയൽ പൊസിഷൻ ഇൻ ദ എക്സാക്ട് മിഡിൽ ബിറ്റ്വീൻ എനി നമ്പർ ഡിവിഷൻ ആൻഡ് അഡ്ജസൻ്റ് അൺനമ്പേർഡ് ഡിവിഷൻ. അതായത് ഇപ്പോൾ ഒരു 8 TPI വന്ന സ്ഥിതിക്ക് ഇപ്പം നമുക്ക് ഈ നമ്പേർഡ് ഡിവിഷൻ്റെയും അൺനമ്പേർഡ് ഡിവിഷൻ്റെയും ഇടയ്ക്കുള്ള പൊസിഷൻ ഉണ്ടല്ലോ. ഓക്കെ. ഇടയ്ക്കുള്ള പൊസിഷനിലും നമുക്ക് എൻഗേജ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 16 പൊസിഷൻ കിട്ടുമെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഈവൻ നമ്പറിൻ്റെ കേസാണ്. ഈവൻ നമ്പറിൻ്റെ കേസിൽ ഈ ഗ്രാജുവേഷൻ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് നോക്കാം. എൻഗേജ് അറ്റ് എനി ഗ്രാജുവേഷൻ ആണ് ദ ഡയൽ. 1 പറ്റും, 1.5 പറ്റും, 2, 2.5, 3, 3.5, 4, 4.5 അങ്ങനെ 8 പൊസിഷനിൽ നമുക്ക് ഈവൻ നമ്പർ ഓഫ് ത്രെഡ്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം 6 എന്ന് പറയുന്ന TPI കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് 8 പൊസിഷനിൽ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് ത്രെഡ്സ് ആണെന്നുണ്ടെങ്കിൽ 4 പൊസിഷനിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ 1 ഇട്ട് കഴിഞ്ഞാൽ അടുത്ത 2 ഹാഫ് നെറ്റ് എൻഗേജ് ചെയ്യാവുള്ളൂ, 3 എൻഗേജ് ചെയ്യാവുള്ളൂ, 4 എൻഗേജ് ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പോൾ 4 പൊസിഷൻ ആയിരിക്കും ഓഡ് നമ്പർ ഓഫ് ത്രെഡ്സിന് നമ്മൾ ചെയ്യുക. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ത്രെഡ് കട്ടിങ് മെക്കാനിസമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏപ്രോൺ മെക്കാനിസം എന്താണെന്ന് അറിയുക, ടംബ്ലർ ഗിയർ യൂണിറ്റ് എന്താണെന്ന് അറിയുക. ഇപ്പോൾ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് ബാക്ക് ഗിയർ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ബാക്ക് ഗിയർ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പിൻഡിലിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട്. ഓക്കെ. ടംബ്ലർ ഗിയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിലിൻ്റെ സ്പീഡ് കുറയ്ക്കാതെ നമുക്ക് ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ് ഫോർവേഡും റിവേഴ്സും ആക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാഫ് നെറ്റ് എൻഗേജ് ചെയ്യുന്ന കാര്യം, പിന്നെ ത്രെഡ് ചേസിങ് ഡയലൊന്നും ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാലും ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ നമ്മൾ നോക്കിയതാണ്. അപ്പം എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ നല്ലപോലെ എല്ലാം റിവൈസ് ചെയ്യുക. ഒരുപാട് വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് പക്കാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.